2 വ്യക്തികൾ എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. അവരുടെ പേരിൽ ചെക്ക് എക്സിക്യൂഷൻ കേസ് ഉണ്ട്. ഇവർ 2 പേരും കൂടാതെ ഒരു മൂന്നാമത്തെ വ്യക്തിയും കൂടി ഒരു ഷോപ്പിംഗ് മാളിനകത്തുള്ള റെസ്റ്റോറൻറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. ഒരു പാർട്ടി സ്ലീപ്പിംഗ് പാർട്ട്ണർമാരി നിന്നു. 4 മാസം കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനം മറ്റേതൊരു കേസായി ക്ലോസ് ചെയ്തു പോയി. ഏകദേശം 2,60,000 രൂപ ഇവർക്ക് നഷ്ടപ്പെട്ടു. 3-ാമത്തെ മാസമായപ്പോൾ സ്ലീപ്പിംഗ് പാർട്ട്ണർ ഇവരുടെ കയ്യിൽ നിന്ന് ചെക്ക് മേടിച്ചെടുത്തു. ആ ചെക്കാണ് ഇവർ ബൗൺസ് ചെയ്ത് കേസാക്കിയത്. ഇതിലെ എല്ലാ എക്സ്പെൻസും ഇവർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചെക്കുള്ള വ്യക്തി ഇവർക്കെതിരെ കേസിന് പോയപ്പോൾ അതിന് ഡിഫെൻഡ് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് പ്രൂഫ് ഇല്ലാത്തതാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഇല്ല, പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട്സ് ഇല്ല. ഇതെല്ലാം എല്ലാവരുടെ ബിസിനസ്സിൽ സംഭവിക്കുന്ന ഒന്നാണ്. കാരണം ബിസിനസ് തുടങ്ങുമ്പോൾ നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കും, പക്ഷേ ബിസിനസ് പൊളിയുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അവർ പ്രോബ്ലംസിൽ ചെന്ന് പെടാനുള്ള സാധ്യതകളുണ്ട്.